ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ. അപ്പോഴേ ഇന്ന് മീൻ കൊണ്ടുവന്ന പരിപാടി എന്നല്ലേ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ അന്ന് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫുള്ള് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ യാറക്കുട്ടിക്ക് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോഴേ നമ്മുടെ ആൻമരിയ കളിപ്പിലാണെന്ന പടത്തിൽ ഒരു ഡയലോഗ് ആണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അങ്ങ് നടത്തി കൊടുത്തേക്കണമെന്ന്. അപ്പോ ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ? എങ്കിൽ പിന്നെ നമുക്ക് ആഗ്രഹം ഒന്ന് നടത്തി കൊടുത്താലോ. അപ്പോ അതിനുവേണ്ടി ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് വരിഞ്ഞിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കുരുമുളകും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് വെളിച്ചെണ്ണയും 1 അല്ലി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് മീൻ പോലും അറിയാതെ നമ്മുടെ മീനിലേക്ക് ഇതൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. മീനിന്റെ ഉള്ളിൽ നല്ല ആഴത്തിൽ വരയണം കേട്ടോ, എങ്കിലേ നമ്മുടെ മീനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. കടലിലൊക്കെ എങ്ങനെ നീന്തി നടന്ന മീനല്ലേ, പാവം, കഷ്ടം തോന്നുന്നു. അപ്പഴേ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. നമ്മളെ ഇവിടെ കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ചിരട്ട എല്ലാം എടുത്തിട്ടുണ്ട്. അതും പിന്നെ നമ്മൾ 4 കല്ല് വെച്ചിട്ട് ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ല് കണ്ടില്ലേ, പഴയ ഗ്രില്ലാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് മീൻ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് നേരെ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ ഫിഷ് അതിൽ വെച്ചിരിക്കുന്നത്. ഫിഷ് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഗ്രില്ലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രില്ലിൽ മാത്രമല്ല മീനിന്റെ 2 സൈഡും നമ്മൾ വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ ഇതുപോലെ ഒന്ന് വീശി കൊടുത്ത് 10 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഒരു സൈഡ് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കല്ലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തത്. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മീൻ വെന്തിട്ടുണ്ടായിരുന്നത്. മീൻ മാത്രമല്ല ഗൈസ്, ഞാനും ഇവിടെ ഇരുന്ന് കരിഞ്ഞു എന്നാണ് ആ നോട്ടത്തിന്റെ ഒരു അർത്ഥം കേട്ടോ. അപ്പോഴേ നമ്മുടെ മീൻ 2 സൈഡും വന്നിട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. വെറുതെ പറയുന്നല്ല, നമ്മളൊരു 20 മിനിറ്റ് പോലും എടുത്തില്ല ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട്? ഡെക്കറേറ്റ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ? ഡെക്കറേറ്റ് മാത്രമല്ല കേട്ടോ, മീനും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ഞാൻ തന്നെ അഭിപ്രായം പറയാൻ എങ്ങനെയായാലേ നമുക്ക് ബാക്കി ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ വിട്ടാലോ. അപ്പൊ ഞാൻ ആദ്യം അതിച്ചെടുത്താട്ടോ വന്നത്. അതിച്ചതായ പ്ലേറ്റിലേക്ക് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ ആദ്യം ആ മീനൊക്കെ ഒന്ന് പിച്ചി എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു തക്കാളിയും ഒരു വെള്ളരിക്കയും ഒരു ചെറുനാരങ്ങയും കൂടി വെച്ചിട്ട് അത് ഇതാ വായിലേക്ക് വെക്കുന്നുണ്ട്. എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ, നിങ്ങൾ തന്നെ നോക്കിക്കണ്ടോളൂ. അടിപൊളിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഉമ്മഞ്ഞാൻ അടുത്തേക്ക് പോയി. ഉമ്മഞ്ഞാൻ ഫേസ് കാണാൻ പറ്റിയില്ല, വേറൊന്നുമല്ല, ഞാൻ വീഡിയോ വെച്ചിരുന്ന ഒരു ആംഗിൾ ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ഫേസ് കാണാൻ പറ്റില്ല. നല്ലൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ താരം യാറക്കുട്ടിയാണ് ഗ്രിൽഡ് വേണം എന്ന് പറഞ്ഞത്. അപ്പൊ യാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. യാറക്കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടില്ല, തീന്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഈ സാക്കിക്കുട്ടൻ വഫ്കുട്ടി ഇരിപ്പുണ്ട്. ആ സാക്കിക്കുട്ടൻ എക്സ്പ്രഷൻ ആയിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ്